എൻ്റെ പിതാവിനെ പറഞ്ഞെങ്കിൽ എനിക്ക് അത്ര സങ്കടമില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയമായിട്ട് എനിക്ക് കേൾക്കാൻ. പക്ഷേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ വ്യക്തി ഒരു രാഷ്ട്രീയവും ഇല്ല, കുടുംബത്തിലൊതുങ്ങി വരുന്ന കോൺഗ്രസ്സുകാർക്കൊക്കെ വെച്ച് വിളമ്പി മക്കളെ പോലെ നോക്കി ആയിട്ടുള്ളൊരു പാവപ്പെട്ടൊരു സ്ത്രീയാണ്. അവർക്ക് എന്താ ഇതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു അമ്മേനെ വളരെ മോശമാക്കുന്ന രീതിയിൽ ഞാൻ തന്തയ്ക്ക് ജനിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് അത് അന്ന് എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായത്, ദേഷ്യത്തിനേക്കാളും കൂടുതൽ. പക്ഷെ ഞാനൊന്നും തിരിച്ചു പറയാൻ പോയില്ല. കാരണം എനിക്കറിയാം ഇങ്ങനെ പറയുന്ന ആൾക്ക് എനിക്ക് ദൈവം ഇപ്പോൾ 1 കൊല്ലം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തിരിച്ച് മറുപടി പറയാൻ ദൈവം എനിക്ക് ഒരു സമയം തന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ കയ്യിൽ സത്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റിയത്. അതെ. അതും പ്രത്യേകിച്ച് ഇത്രയധികം ആരോപണങ്ങൾ നിരന്തരം വരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ടതാണ്, അല്ലെങ്കിൽ രാജിവെക്കാൻ കോൺഗ്രസ് നിർബന്ധിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു MLA എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എല്ലാ വീടുകളിലും കയറി ചെല്ലേണ്ട ഒരാളാണ്. ഇതാണ് സ്വഭാവം എന്ന് അറിഞ്ഞാൽ പിന്നെ ആരാണ് വീട്ടിൽ കയറ്റുക? ആർക്കാ വീട്ടിൽ കയറാൻ ധൈര്യം ഉണ്ടാവുക? അപ്പം അങ്ങനെ ഒരാളെ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു എന്താ പറയേണ്ട ഒരു മാതൃക കാണിക്കേണ്ട കോൺഗ്രസ്സാണ്. അതിന് പകരം ഈ പറയുന്ന മനുഷ്യനെ കൂടുതൽ ന്യായീകരിക്കാനും അതിന് കൂട്ടുനിൽക്കാനുമാണ് കോൺഗ്രസ് നേതാക്കൾ. അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും ഉണ്ടെന്ന് ഈ പറയുന്ന വ്യക്തി തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒറ്റ കോൺഗ്രസ്സുകാരനും തൊടില്ല. ആ ധൈര്യത്തിൻ്റെ കാര്യം എന്താ? അപ്പോൾ നേതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നതിൽ എന്തോ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊരു സംശയത്തിൻ്റെ മുനയിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്, ഒരാൾ മാത്രമൊന്നുമല്ല. ഇത്രയും ഗുരുതരമായ ആരോപണം നേരിട്ട് നിൽക്കുന്ന സമയത്ത് പോലും പ്രതിപക്ഷ നേതാവ് പറയുന്നത് തങ്ങളുടെ യുവ നേതാക്കളെല്ലാവരും മിടുക്കന്മാരാണെന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ ഒരു പിന്തുണ വലിയ പ്രശ്നമല്ലേ? അല്ല, അത് മിടുക്കന്മാർ പലതിലും ആവാലോ. ഇപ്പം ജോലി തന്നെ മിടുക്കന്മാരാവണമെന്നൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മിടുക്കല്ലേ കാണിച്ചതെന്നല്ലേ പറയണേ. അപ്പോൾ മിടുക്കന്മാരും ഉണ്ടാവും, എല്ലാവരും മോശമെന്ന് ആരും പറയുന്നില്ലല്ലോ. ഇതിൽ ഇത്രയും പേരുണ്ടായിട്ടും ഇദ്ദേഹത്തിന് മാറ്റം പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്നുള്ളത് ഒരു നേതൃത്വം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാത്ത നേതൃത്വം ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. ആദ്യം കൂടെ നിൽക്കുന്നവരുടെ തെറ്റ് തിരുത്തിയിട്ട് വേണം അപ്പുറത്തെ വീട്ടിലെ ആളുടെ ഇത് പറയാം. ഇത് കൂടെ നിൽക്കുന്നവരെ തെറ്റി അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവരിലുള്ളൊരു വിശ്വാസമാണ് പോണത്. ഈ നേതാവാണോ നമ്മളെ നാളെ ഭരിക്കാൻ വരണേന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ അത് തിരുത്തേണ്ടത് നേതൃത്വത്തിൻ്റെ കടമയാണ്. താങ്കളുടെ അറിവിൽ ആ സമയത്ത് നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള പരാതികൾ ഏതെങ്കിലും നേതാക്കളെ പറ്റിയൊക്കെ ലഭിക്കുകയോ ഇത്തരത്തിലുള്ള ഞാൻ എൻ്റെ ഇലക്ഷന് പറ്റിയിട്ടുള്ള കുറേ കംപ്ലൈൻറ്റുകൾ ഞാൻ കൊടുത്തിരുന്നു. ഒരു പേര് വെച്ചിട്ട് ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ അതൊക്കെ എന്താ ചവറ്റുകോട്ടയിൽ പോലും പോയിട്ടില്ലാവുന്നുണ്ട്. ചോദിച്ചപ്പോൾ പിന്നെ പത്രക്കാരോട് അവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല. എന്ത് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറയാൻ എനിക്ക് എന്താ തലയ്ക്ക് വല്ല ഭ്രാന്തമുണ്ട്? ഞാൻ ഇരുന്നുണ്ടാക്കി എല്ലാവരുടെ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് അവർ പറയണ ഇങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന്. അതാണ് നേതൃത്വം. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പരാതി അവർ കാണുകയില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഈ ആരോപണമായിട്ട് രംഗത്തുവന്ന നടി മുതിർന്ന നേതാക്കൾക്ക് പരാതി കൊടുത്തപ്പോഴും അത് അദ്ദേഹത്തിന്റെ മിടുക്കി എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ അത് വളരെ മോശമാണ്. അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു നേതാവ് പറയാൻ പാടില്ല. ഞാൻ അന്വേഷിക്കട്ടെ എന്നിട്ട് അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. രാഷ്ട്രീയക്കാർ പറയണവരെ ഞാൻ അന്വേഷിക്കട്ടെ പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ. അത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അവരെ മാറ്റി നിർത്തണം. അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നാറുന്നത് ആ പാർട്ടിയും കൂടിയാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാണ് ഏറ്റവും ക്ഷീണം സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇവരല്ലേ കോൺഗ്രസ് കൊണ്ട് നടന്നിരുന്നത് കുറച്ച് കാലമായിട്ട്. ഇവരുടെ കയ്യിലായിരുന്നു, ഈ 3-4 പേരുടെ കയ്യിലായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയം കിടന്ന് കളിച്ചിരുന്നത്. ഇപ്പം അവർ മോശമായപ്പം മൊത്തം പാർട്ടിയും ഇതായി. മകളെ പോലെ കാണുന്ന ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പരാതി വന്നിരുന്നു, നടപടി എടുത്തു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ എവിടെ നടപടി എടുത്തു? നടപടി എടുത്തിരുന്നെങ്കിൽ ഈ സ്ഥാനത്തിരിക്കില്ലല്ലോ അദ്ദേഹം. ഇപ്പം തീരെ നിൽക്കക്കള്ളിയില്ലാണ്ടിരുന്നപ്പോഴല്ലേ അവർ നടപടി എടുത്തത്. എന്ത് നടപടി എടുത്തതെന്ന് അദ്ദേഹം പറയട്ടെ. അന്തരീക്ഷത്തിൽ നിന്ന് പരാതി എടുത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തിരുവനന്തപുരത്ത് VD സതീശൻ പറഞ്ഞു. അപ്പം കോൺഗ്രസ് ഒരു അമ്പയെ പരാജയപ്പെട്ടില്ല. കാരണം ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ വേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ. അതും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അപ്പം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അമ്പയെ പരാജയപ്പെട്ടില്ലേ? എന്താണ് സംശയം? കാരണം അമ്പയെ പരാജയമായിട്ട് കുറച്ച് കാലമായി. പിന്നെ ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയ വഴിയും കയ്യിൽ എവിടെ നിന്നാണ് അവർക്ക് പൈസ വരണേന്നൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരുന്നു. ഞാനൊക്കെ കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനൊരു പൈസ ഒഴുക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇത് പൈസ ഒഴുക്കി സോഷ്യൽ മീഡിയയിൽ അവരെ പറ്റി താൻ എഴുതിച്ച് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി തന്നെ അദ്ദേഹം എങ്ങനെ നേതാവായി? അത് ഞാനൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ചാനലിലിരുന്ന്
ചർച്ച ചെയ്യണതാണോ ഒരു നേതാവിൻ്റെ ഇതെന്ന് പറഞ്ഞപ്പോഴാണ് പതുക്കെ ഇവരൊക്കെ ഇറങ്ങി അടി കൊള്ളാനും അത് 1-2 പ്രാവശ്യം അടി കൊണ്ടപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായി. ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതിപ്പോഴല്ല, ഇതിനു മുമ്പത്തെ നേതാക്കന്മാർ അങ്ങനെയൊക്കെയാണ് നേതാക്കന്മാരായത് കോൺഗ്രസ്സിൽ. ഈ ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാത്ത പക്ഷം പ്രതിപക്ഷ നേതാവ് രാജി ആവശ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കടമയാണ്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട. കാരണം ശ്രീ VD സതീശനെ പോലെയുള്ളൊരു വ്യക്തി കൂടെ നിൽക്കുന്ന ഒരാൾ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതായത് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതിന് ഉത്തരം നേതൃത്വം പറഞ്ഞേ പറ്റുള്ളൂ. അത് KPC പ്രസിഡന്റിനോ ചുമതലയുണ്ട്, VD സതീശനോ ചുമതലയുണ്ട്, എല്ലാ നേതാക്കൾക്കുണ്ട്. ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞല്ലോ, ആരോപണ വിധേയനായിട്ടുള്ള ആളെ അകറ്റി നിർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവരൊക്കെ ഒരു പഴയ രാഷ്ട്രീയമുള്ള ആൾക്കാരാണ്, ഇപ്പോഴത്തെ ഈ ഒരു തട്ട് ഇതുള്ള രാഷ്ട്രീയമല്ല. അവരൊക്കെ ചെറുപ്പകാലം തൊട്ട് പഠിച്ചതല്ല, അപ്പോൾ അവരൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കുടുംബത്തിലുള്ളവർക്കും ഇത്തരത്തിൽ സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം. ആണ്, അതെനിക്കറിയാം, എനിക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ പറയാത്ത എൻ്റെ മര്യാദയാണ്. അതായത് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരോടും പെൺമക്കളോടും മോശമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറി എന്നത് എല്ലാവരുടെ അടുത്തൊന്നുമില്ല. അയ്യോ, നല്ല നല്ല കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരും മക്കളും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അല്ലറ ചില്ലറൊക്കെ അത്യാവശ്യം. അത് സംബന്ധിച്ച് പരാതി നേതൃത്വത്തിന് ലഭിച്ചിരുന്നോ? അത് ആര് പറയും നേതൃത്വത്തിനോട്? സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അടിച്ചൊതുക്കാനല്ലേ എല്ലാ നേതാക്കന്മാരും നോക്കുള്ളൂ. എനിക്കറിയുന്ന, തുടക്കത്തിലേ അറിയുന്ന 1-2 കാര്യങ്ങൾ എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. ഇതെന്തെങ്കിലുമൊക്കെ നമ്മൾ എത്ര നാൾ കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്നു പറഞ്ഞ മാതിരിയാണ്. ഇതൊക്കെ എന്തെങ്കിലും പുറത്തു വരും. ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇത്രയധികം സംരക്ഷിക്കുന്നത്? അത് അവരോടല്ലേ ചോദിക്കണ്ടേ. കാരണം രാഹുൽ മാങ്കൂട്ടതിന് ചിലപ്പം മറുപടി പറയായിരിക്കും. അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു കോൺഗ്രസ്സുകാരൻ എന്നെ തൊടില്ല എന്ന് ഇത്ര ആത്മധൈര്യത്തോടെ പറയണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിച്ചു നിർത്തുകയും സ്ഥാനമാനങ്ങൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, അത് എത്ര പെട്ടെന്ന്, എത്രയോ നല്ല ആളുകളും ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്താ പറയേണ്ടത്, നമ്മൾ പല ആളുകളെയും നമ്മൾ ഒരിക്കൽ പോലും അടുപ്പിക്കാത്ത ആളുകളെയും വെച്ച് അവരുടെ വോട്ടും വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് കുറേയൊക്കെ ആൾക്കാർ ഇത് ഇതാക്കുന്നുണ്ട്. ഇപ്പോഴാണ് കുറച്ച് കാലമായിട്ട് ഫേസ്ബുക്കിൽ വരുന്നത് മുഴുവൻ ശരിയല്ല എന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് വെച്ചിട്ടാണ് ഇവർ കളിച്ചത്, അല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടോ ഒന്നുമല്ല. ഇവരൊരു ഇലക്ഷന് പോയാൽ ഞാൻ പലപ്പോഴും ഇവരെ പല ഇലക്ഷൻ സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഒരാളും പണിക്ക് പോവില്ല. അവർ ആ ചായപ്പിടികയിൽ ഇരുന്നൊരു പരിപ്പോടെ അയച്ച് അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിച്ച് ഒന്ന് നടന്ന് പോലും അതിന് കാറിൽ കയറി പോകും. അതാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം. എന്നിട്ട് അതങ്ങ് കഷ്ടപ്പെടുന്ന പാർട്ടി പ്രവർത്തകൻ്റെ ഒറ്റ ആളുടെ ഫോട്ടോ കാണില്ലല്ലോ.